الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സ്വദഖ. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സന്ധികളിലും നിങ്ങൾക്ക് സ്വതക്കയുണ്ട്. സന്ധി എന്ന് ഉദ്ദേശിക്കുന്നത് അവയവങ്ങളുടെ യോജിപ്പ് ഉള്ള സ്ഥലം. ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ ഉള്ള സന്ധികളുടെ അത്രയും സ്വതക്ക നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ. നമ്മൾ കരുതിയ സ്വതക്കയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സമ്പത്ത് കൊണ്ടുള്ള സ്വതക്കയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഉദ്ദേശിക്കുന്നത്. ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ, ഓരോ തസ്ബീഹും സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് സ്വതക്കയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വകുല്ലു തഹ്മീദത്തിൻ സ്വദഖ, ഓരോ അൽഹംദുലില്ലയും സ്വതക്കയാണ്. വകുല്ലു തഹ്ലീല സ്വദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വതക്കയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. വകുല്ലു തക്ബീറത്തിൻ സ്വദഖ, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറും സ്വതക്കയാണ്. വഅംറു ബിൽ മഅറൂഫ് സ്വദഖ, ഒരു നന്മ കൽപ്പിക്കുക അത് സ്വതക്കയാണ്. വനഹ്യു അനിൽ മുൻകർ, ഒരു തിന്മ വിരോധിക്കലും. വയുജ്സിഉ മിൻ ദാലിക റകഅതാൻ യർകഉഹുമാ മിനൽ ളുഹ. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനെല്ലാം പകരമായി 2 റകഅത്ത് ളുഹ നമസ്കാരം മതിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദിക്റുകളുടെ ശ്രേഷ്ഠത അത് നമുക്ക് സ്വതക്കയായി മാറും. അള്ളാഹുവിന്റെ അടുക്കൽ സ്വതക്കയുടെ പ്രതിഫലം തന്നെ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തസ്ബീഹിനും തഹ്മീദിനും തക്ബീറിനും ലാ ഇലാഹ ഇല്ലല്ലാഹും എല്ലാം നന്മ കൽപ്പിക്കലിനും തിന്മ വിരോധിക്കലിനും എല്ലാം തന്നെ പകരമായി വെറും 2 റകഅത്ത് ളുഹ നമസ്കാരമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ളുഹ നമസ്കാരത്തിന്റെ പ്രാധാന്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കും. കൂടുതലായി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളുടെ നമസ്കാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്. സ്വലാത്തുൽ അവ്വാബീൻ എന്നാണ് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അള്ളാഹുവിലേക്ക് കൂടുതലായി ഖേദിച്ച് മടങ്ങുന്ന ആളുകളുടെ ഒരു സവിശേഷതയായി ളുഹ നമസ്കാരം എടുത്തു പറയുന്നു. ളുഹ നമസ്കാരം 2 റകഅത്താണ് ഏറ്റവും ചുരുങ്ങിയത്. അത് 12 റകഅത്ത് വരെയാകാം എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കഴിവതും 2 റകഅത്ത് ളുഹ നമസ്കാരം അതെ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയം ഒട്ടകൻ കുഞ്ഞുങ്ങൾക്ക് ചൂട് പിടിക്കുന്ന സമയം എന്നാണ് ഹദീസിൽ കാണുന്നത്. അതിന്റെ അർത്ഥം ഏകദേശം നമ്മളുടെ വെയിലിന് ചൂടായി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു 9:30 മുതൽ 10 മണിക്കും ഇടയിലുള്ള ഒരു സമയമായി നമ്മളുടെ ഇന്നത്തെ സമയമായി ഉലമാക്കൾ അതിനെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ ആ സമയത്ത് 2 റകഅത്ത് ളുഹ നമസ്കാരം നമസ്കരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.